അമൽ നീരദിന്റെയും ലിജോ ജോസ് പല്ലിശ്ശേരിയുടെയും ചിത്രങ്ങളിൽ മോഹൻലാൽ. മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൽ നീരദിന്റെയും ലിജോ ജോസ് പല്ലിശ്ശേരിയുടെയും ചിത്രങ്ങളിൽ വീണ്ടും മോഹൻലാൽ. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് നിർമ്മാണം. അമൽ നീരദ്, ലിജോ ജോസ് പല്ലിശ്ശേരി എന്നിവരുടെ ഉൾപ്പെടെ 4 ചിത്രങ്ങളുടെ അണിയറയിലാണ് ആശീർവാദ് സിനിമാസ്. മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാനാണ് ആശീർവാദ് സിനിമാസിന്റെ മറ്റൊരു ചിത്രം. മാർച്ച് 27-ന് എമ്പുരാൻ റിലീസ് ചെയ്യും. മോഹൻലാൽ, ശോഭന എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും ആശീർവാദ് സിനിമാസാണ് വിതരണം ചെയ്യുന്നത്. 2ാം തവണയാണ് മോഹൻലാൽ അമൽ നീരദിന്റെയും ലിജോ ജോസ് പല്ലിശ്ശേരിയുടെയും ചിത്രങ്ങളിൽ അഭിനയിക്കുന്നത്. സാഗർ എലിയാസ് ജാക്കി റീലോഡഡ് എന്ന ചിത്രത്തിലാണ് മോഹൻലാലും അമൽ നീരദും ആദ്യമായി ഒരുമിച്ചത്. ഒരു മാസ് ചിത്രത്തിന് വേണ്ടി മോഹൻലാലും അമൽ നീരദും വീണ്ടും ഒരുമിക്കുന്നു എന്നതാണ് വിവരം. മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിലാണ് മോഹൻലാലും ലിജോ ജോസ് പല്ലിശ്ശേരിയും ഒരുമിച്ചത്. എന്നാൽ ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് വേണ്ടത്ര ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. മലൈക്കോട്ടെ വാലിബനു ശേഷം ലിജോ സിനിമ സംവിധാനം ചെയ്തിട്ടില്ല. വീണ്ടും മോഹൻലാലുമായി കൈകോർക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ്. കുഞ്ചാക്കോ ബോബൻ, ജ്യോതിർമയി, ഫഹദ് ഫാസിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ബോഗൈൻവില്ലയാണ് അമൽ നീരദ് അവസാനം സംവിധാനം ചെയ്ത ചിത്രം. മമ്മൂട്ടിയുമായി ചേർന്ന് ബിലാൽ ആയിരിക്കും അടുത്ത സിനിമയെന്ന് വാർത്തകൾ വന്നെങ്കിലും മോഹൻലാൽ നായകനായ സിനിമയാണ് അമൽ നീരദിന്റെ അടുത്ത പ്രോജക്റ്റ്. ഈ വർഷം തന്നെ 2 ചിത്രങ്ങളുടെയും ചിത്രീകരണം ആരംഭിക്കാനാണ് തീരുമാനം. അതേസമയം നിർമ്മാണ രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ആശീർവാദ് സിനിമാസ്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വമാണ് ആശീർവാദ് സിനിമാസിന്റെ അടുത്ത പ്രോജക്റ്റ്. ഫെബ്രുവരി 10-ന് ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിൽ മാളവിക മോഹനാണ് നായിക. മോഹൻലാൽ സത്യനന്ദിക്കാട് ചിത്രത്തിൽ മാളവിക മോഹൻ ആദ്യമാണ്. സത്യനന്ദിക്കാടിന്റെ മകൻ അഖിൽ സത്യന്റേതാണ് കഥ. നവാഗതനായ TP സോനുവാണ് തിരക്കഥയും സംഭാഷണവും. അനു മൂത്തേടത്ത് ഛായാഗ്രഹണം നിർവഹിക്കുന്നു. ജസ്റ്റിൻ പ്രഭാകറാണ് സംഗീത സംവിധാനം. സംഗീത് പ്രതാപാണ് മറ്റൊരു പ്രധാന താരം. രോമാഞ്ചം, ആവേശം എന്നീ ചിത്രങ്ങൾക്കു ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും മോഹൻലാലാണ് നായകൻ. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് നിർമ്മാണം. അങ്ങനെ ഒരുപിടി മികച്ച ചിത്രങ്ങളുമായി മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ എത്തുകയാണ്. മോഹൻലാലിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ നിങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ കൂടിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക.